ഹലോ സ്റ്റുഡൻസ്, 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു എലക്റ്റീവ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്, ലാംഗ്വേജ് കോഴ്സുകൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓരോ സെമസ്റ്ററിൽ 4 വിഷയം ഉണ്ടാവും. ഫസ്റ്റ് സെമസ്റ്ററിൽ 4 വിഷയമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സെമസ്റ്ററിലും 4 വിഷയം തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്കണോമിക്സിൻ്റെ സിലബസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇയർ വിദ്യാർത്ഥികൾക്കൊക്കെ സിലബസ് ഇതുപോലെ തന്നെയായിരിക്കും സിലബസ് ഉണ്ടാകുക. അവരുടെ 2 സബ്ജക്റ്റും ഡിസിപ്ലിൻ കോറും ആൻസിലറി കോഴ്സും. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിങ്ങൾ 2 ലാംഗ്വേജ് വിഷയങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു വിഷയവും അതിന് താഴെയായിട്ട് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ഈ കളർ കൊടുത്തിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് ഒരു സബ്ജക്റ്റും സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ 3 ഇയർ വിദ്യാർത്ഥികളൊക്കെ സിലബസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ മെയിനായിട്ടുള്ള സിലബസ് ഉണ്ടാകും. അതിന് ശേഷം ഇവിടെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഫങ്ഷണൽ അറബി സെലക്ട് ചെയ്യാം, അഥവാ ഈ ഗ്രൂപ്പിലുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ലേണേഴ്സ് ക്യാൻ ചൂസ് എനി വൺ, ഏത് കോഴ്സും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള കോഴ്സുകളൊന്നും ഫങ്ഷണൽ അറബിയാണ്. അപ്പോൾ ഇതിൽ അറബി വേണമെങ്കിൽ അറബി സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഹിന്ദി, ഗദ്യ, സാഹിത്യ ഓർ സംരചന എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ മലയാള സാഹിത്യം സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഗദ്യ നാടകം എന്ന് പറയുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഷയം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഫങ്ഷണൽ അറബിക്ക് അത് അറബിയാണ്, ഇത് ഹിന്ദിയാണ്, മലയാളം സാഹിത്യം, ഈ ഗദ്യ നാടകം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം അടുത്ത സെക്ഷനിൽ നിന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്ന അതിൽ നിന്ന് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് കൂടി നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിലേതൊക്കെയാണുള്ളത്? കമ്മ്യൂണിക്കേഷൻ അറബിക് ഉണ്ട്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റൊസ്മാര ഹിന്ദി ഉണ്ട്, പ്രായോഗിക മലയാളം ഉണ്ട്, വ്യവഹാരിക സംസ്കൃതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 2ലും വേണമെങ്കിൽ അറബി സെലക്ട് ചെയ്യാം, ഈ ഫങ്ഷണൽ അറബി സെലക്ട് ചെയ്യാം, ഇവിടെ അറബി ഇവിടുന്ന് അറബീനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മലയാളം സെലക്ട് ചെയ്യാം, ഇതിൽ നിന്ന് സംസ്കൃതം സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഏത് സബ്ജക്റ്റും ഓരോന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു ഇംഗ്ലീഷ് കൂടി ഇതിൽ അധികമുണ്ട് 2ാമത് സെക്ഷനിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സിൽ നിന്ന്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു 2ാം ഘട്ടം, അത് നിങ്ങളുടെ 4th സെമസ്റ്ററിലും നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗം എവിടെ വരുന്നുണ്ട്, നിങ്ങളുടെ 4th സെമസ്റ്ററിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യണം, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏതാണോ അതിൻ്റെ 2ാം ഭാഗം നിങ്ങൾക്ക് 4th സെമസ്റ്ററിലും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാകും. ഓക്കെ, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ. അപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ 2ാം ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമുള്ള വിഷയം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറബിയാണോ, അറബി നിങ്ങൾ പരിചയമുള്ളവരാണെങ്കിൽ അറബി പഠിക്കാം, ഹിന്ദി പരിചയമുള്ളവരാണെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 ഇതിലും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാവുന്നതാണ് 2 സെക്ഷനിലെയും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇവയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും രജിസ്ട്രേഷൻ നടത്തുക.